ഓക്കെ, അപ്പൊ നമ്മള് ഓവർഹെഡ്സിന്റെ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷന്റെ നെക്സ്റ്റ് മെത്തേഡിലേക്ക് കടക്കുകയാണ്. നമ്മൾ കടക്കാൻ പോകുന്ന മെത്തേഡ് അല്ലെങ്കിൽ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷന്റെ കടക്കാൻ പോകുന്ന ക്ലാസിഫിക്കേഷന്റെ പേര് റെസിപ്രോക്കൽ ബേസിസിലുള്ള സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷന്റെ ക്ലാസിഫിക്കേഷനുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് പഠിക്കുന്നതിന് മുൻപേ നമുക്കൊന്ന് നമ്മൾ ഇതുവരെ എന്തൊക്കെ കവർ ചെയ്തു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ വരെ എത്തി. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാല് പ്രൈമറി ഡിസ്ട്രിബ്യൂഷനില് നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അപ്പോർഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന കോസ്റ്റിനെ, ആ ഓവർഹെഡിനെ അല്ലെങ്കിൽ ആ കോസ്റ്റിനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റീ അപ്പോർച്ച്മെന്റ് ഓഫ് ഓവർഹെഡ്സ് അല്ലെങ്കിൽ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടി, അതായത് സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റിനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട് നമ്മൾ പഠിച്ചു. ഒന്ന് റീഅപ്പോർച്ച്മെന്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഓൺലി, അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാത്രം എന്ത് കൊടുക്കുന്നത്? സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് റീഅപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നത്. അതൊരു മെത്തേഡ് ആയിരുന്നു. അതിനെ നമ്മൾ ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് വിളിച്ചു. രണ്ട്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കും എന്ത് ചെയ്ത് കൊടുക്കുന്നത്? റീഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത് അല്ലെങ്കിൽ റീഅപ്പോർച്ച്മെന്റ് നടത്തുന്നത്. ഈ രണ്ട് മെത്തേഡ് ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മള് ഈ റീ അപ്പോർച്ച്മെന്റ് ടു പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് വീണ്ടും നമ്മൾ ഫർദർ ടു കാറ്റഗറി ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഒന്നായിരുന്നു നോൺ റെസിപ്രോക്കൽ ബേസിസ്. നോൺ റെസിപ്രോക്കൽ ബേസിസ് എന്ന് പറഞ്ഞാല് ഇവിടെ നമ്മള് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഓവർഹെഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനും അപ്പോർഷൻ ചെയ്യും. ഇൻ ദ സെയിം വേ ആർക്കും അപ്പോർഷൻ ചെയ്യും? സർവീസ് ഡിപ്പാർട്ട്മെന്റിനും അപ്പോർഷൻ ചെയ്യും. പക്ഷെ ഇവിടെ നമ്മൾ സർവീസ് കൊടുക്കുന്നത്, ഗിവ് ചെയ്യുന്ന സർവീസ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. തിരിച്ചു കിട്ടുന്ന സർവീസ് കൺസിഡർ ചെയ്യില്ല. അതായത് അങ്ങോട്ട് കൊടുക്കുന്ന മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ, ഇങ്ങോട്ട് കിട്ടുന്നത് കൺസിഡർ ചെയ്യില്ല. അതിനെ കൊണ്ട് നമ്മൾ ഇതിനെ എന്ത് വിളിച്ചു? നോൺ റെസിപ്രോക്കൽ. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, റെസിപ്രോക്കൽ ബൈയിങ് ആൻഡ് റെസിപ്രോക്കൽ സെല്ലിംഗ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ അങ്ങോട്ടും കൊടുക്കുന്നു, തിരിച്ച് ഇങ്ങോട്ടും കിട്ടുന്നു. ഇത് നമ്മൾ റെസിപ്രോക്കൽ എന്ന് പറയും. ഇവിടെ റെസിപ്രോക്കൽ അല്ല. അതായത് നമ്മുടെ സെക്കൻഡ് മെത്തേഡ്, നമ്മൾ സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് എന്ന് വിളിച്ചു. ഇനി നമുക്ക് ഡീൽ ചെയ്യാനുള്ള തേർഡ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ റീഅപ്പോർച്ച്മെന്റ് ഓഫ് ടു പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് അകത്തുള്ള സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് റെസിപ്രോക്കൽ ബേസ്. ഇവിടെ നമ്മൾ സർവീസ് അങ്ങോട്ട് കൊടുക്കുന്നതും കൺസിഡർ ചെയ്യും, തിരിച്ച് ഇങ്ങോട്ട് കിട്ടുന്ന ഒരു സർവീസ് ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു സർവീസ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന സർവീസും കൺസിഡർ ചെയ്യും, മറ്റൊരു സർവീസ് ഡിപ്പാർട്ട്മെന്റിന് ഒരു സർവീസ് ഡിപ്പാർട്ട്മെന്റിന് കിട്ടുന്ന സർവീസും നമ്മൾ എന്ത് ചെയ്യും? കൺസിഡർ ചെയ്യും. ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തുണ്ട്? മൂന്ന് ബേസിസ് ഉണ്ട്, മൂന്ന് മെത്തേഡ്സ് ഉണ്ട്. മൂന്ന് മെത്തേഡ്സ്: സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്, റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഇത് നമുക്ക് മൂന്ന് മെത്തേഡ് മൂന്നും സെപ്പറേറ്റ് രീതിയിലാണ് ചെയ്യുക. അത് മൂന്നും പഠിക്കാം. സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് പഠിക്കുന്നതിന് മുൻപേ നമ്മൾ റെസിപ്രോക്കൽ ബേസിസ് എന്താണെന്ന് പഠിക്കാം. റെസിപ്രോക്കൽ ബേസിസിന്റെ അകത്ത് വരുന്ന ഒരു മെത്തേഡാണ്, മൂന്ന് മെത്തേഡിൽ ഒന്നാണ് എന്ത് എന്ന് പറയുന്നത്? സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് പഠിക്കണം? റെസിപ്രോക്കൽ ബേസിസിൽ വരുന്ന സൈമിൾട്ടേനിയസ് ഇക്വേഷൻ എന്താന്ന് പഠിക്കാം. അതിൽ നമ്മൾ ആദ്യം റെസിപ്രോക്കൽ ബേസിസ് എന്താന്ന് പഠിക്കും. റെസിപ്രോക്കൽ ബേസിസിൽ നമ്മൾ ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷനിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് മാത്രം റീഅപ്പോർഷൻ ചെയ്യായിരുന്നു. ഈ നോൺ റെസിപ്രോക്കൽ മെത്തേഡിൽ നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെന്റിന് ഗിവ് ചെയ്യുന്ന, ഒരു സർവീസ് ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഗിവ് ചെയ്യുന്ന സർവീസും എന്ത് ചെയ്യായിരുന്നു? കൺസിഡർ ചെയ്യായിരുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാല് മ്യൂച്വൽ ആയിട്ട് ഗിവ് ചെയ്യുന്നു റിസീവ് ചെയ്യുന്നു നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പൊ നിങ്ങൾ ഈ എക്സാമ്പിൾ ഒന്ന് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ സപ്പോസ് 3 ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഒരു ഓർഗനൈസേഷനിൽ. 4 ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റ്, അസംബ്ലി ഡിപ്പാർട്ട്മെന്റ്, റിപ്പയർ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് പവർ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇതിന്റെ 4ന്റെയും ഫംഗ്ഷൻസ് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ ഇതിൽ 2 മാനുഫാക്ചറിംഗ് അസംബ്ലിയും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്, റിപ്പയറും പവറും സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇവർ സർവീസ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓരോ സർവീസ് ഡിപ്പാർട്ട്മെന്റേതും ആർക്ക് മാത്രം നമ്മൾ റീഅപ്പോർഷൻ ചെയ്യും? രണ്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് മാത്രം നമ്മൾ റീഅപ്പോർഷൻ ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ. രണ്ടാമത്തെ മെത്തേഡിൽ നമ്മൾ എന്തായിരുന്നു? സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് അല്ലെങ്കിൽ നോൺ റെസിപ്രോക്കൽ ബേസിസിൽ നമ്മൾ എന്തായിരുന്നു ചെയ്തത്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനും നമ്മൾ റീഅപ്പോർഷൻ ചെയ്യും. ഇനി മറ്റുള്ള സർവീസ് ഡിപ്പാർട്ട്മെന്റിനും എന്തെങ്കിലും സർവീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും നമ്മൾ എന്ത് ചെയ്യും? റീഅപ്പോർഷൻ ചെയ്യും. പക്ഷെ ഇങ്ങോട്ട് കിട്ടിയ സർവീസ് നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഇനി റെസിപ്രോക്കൽ ബേസിസിൽ എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാല്, നമ്മള് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, നമ്മൾ ഏതൊക്കെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് സർവീസ് കൊടുത്തിട്ടുണ്ടോ അവർക്കൊക്കെ നമ്മൾ റീഅപ്പോർഷൻ ചെയ്യും. ഇനി നമ്മൾ
മറ്റേതെങ്കിലും സർവീസ് ഡിപ്പാർട്ട്മെന്റിന് സർവീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ചെയ്യും. അതേപോലെ തന്നെ മറ്റേതെങ്കിലും സർവീസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഇങ്ങോട്ട് സർവീസ് തന്നിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ കൺസിഡർ. അപ്പൊ നിങ്ങൾ ആലോചിക്കാം, സപ്പോസ് പവർ ഡിപ്പാർട്ട്മെന്റ് ആണ്. പവർ ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ എന്താണ്? പവർ ജനറേറ്റ് ചെയ്യുക, ഇലക്ട്രിസിറ്റി ആവും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പവർ ജനറേറ്റ് ചെയ്യുക, എന്നിട്ട് അത് എല്ലാ ഡിപ്പാർട്ട്മെന്റിനും എത്തിക്കുക, അല്ലെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ആ പവറിന്റെ സർവീസ് കൊടുക്കുക, ജനറേറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് പവർ. അവരത് മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ടാവും അവരുടെ മെഷീനറി വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ അസംബ്ലി ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ടാവും അവരുടെ അസംബ്ലി മെഷീനറീസ് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ റിപ്പയർ ഡിപ്പാർട്ട്മെന്റിനും അവർ എന്ത് കൊടുക്കുന്നുണ്ടാവും? പവർ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പൊ ഇവർക്ക് ഈ പവർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിന് വരുന്ന കോസ്റ്റിന്റെ ഒരു ഭാഗം എവിടുന്നും കൂടി വരുന്ന, എങ്ങനെയും കൂടി വരുന്നതാ, റിപ്പയർ ഡിപ്പാർട്ട്മെന്റിന് സർവീസ് കൊടുക്കുന്നത് കൊണ്ട് കൂടിയാണ് അവർക്ക് ഈ എക്സ്പെൻസ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഈ എക്സ്പെൻസ് ഇവർക്ക് കൂടി അപ്പോർഷൻ ചെയ്യണം. ഇൻ ദ സെയിം വേ റിപ്പയർ ഡിപ്പാർട്ട്മെന്റ് എന്തും ചെയ്യുന്നുണ്ടാവും. റിപ്പയർ ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോൾ പവർ ഡിപ്പാർട്ട്മെന്റിലുള്ള എന്തെങ്കിലും ജനറേറ്ററോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെഷീനറി ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്തും കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അവർക്ക് വരുന്ന കോസ്റ്റ് അല്ലെങ്കിൽ അവർക്ക് വരുന്ന ഓവർ ഹെഡിന്റെ ഒരു ഭാഗം ആരിൽ എന്തിനു വേണ്ടി വരുന്നത്? ആർക്ക് സർവീസ് കൊടുത്തത് കൊണ്ട് വരുന്നതാ? പവർ ഡിപ്പാർട്ട്മെന്റ് സർവീസ് കൊടുത്തുകൊണ്ട് വരുന്നത്. അപ്പൊ ഇവിടെ ഗിവും ചെയ്യുന്നുണ്ട് സർവീസ്, ടേക്കും ചെയ്യുന്നു. അപ്പൊ ഇവർക്ക് വരുന്ന കോസ്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പവറിനും റിപ്പയറിനും റെസിപ്രോക്കൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാനാണ് മൂന്ന് മെത്തേഡ്സ്. ഓക്കെ, അതിൽ റെസിപ്രോക്കൽ ബേസിസിൽ ഫസ്റ്റ് മെത്തേഡ് ആണ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്. സൈമൾട്ടേനിയസ് മെത്തേഡല്ല, സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് എന്നും പറയും ഇതിനെ. അപ്പൊ സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വെച്ചുകൊണ്ടാണ് സോൾവ് ചെയ്യുക. പ്യുവർ മാത്തമാറ്റിക്സ് ആണ്. ഇതിന് രണ്ട് സ്റ്റെപ്സ് ആണുള്ളത് ഈ ഇക്വേഷൻ മെത്തേഡിൽ ചെയ്യാൻ വേണ്ടി. ഫസ്റ്റ് വൺ എന്താ വെച്ചാൽ കാൽക്കുലേറ്റ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഈച്ച് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ബൈ ഫോമിംഗ് ആൻഡ് സോൾവിംഗ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ടുള്ള സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് ആയിരിക്കും. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സർവീസ് ഡിപ്പാർട്ട്മെന്റ് മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെന്റിന് എന്തെങ്കിലും സർവീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. എന്നിട്ട് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടോട്ടൽ കോസ്റ്റ് എന്ന് വിളിക്കും. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അതിനെയാണ് നമ്മൾ ആ ടോട്ടൽ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സർവീസ് ഡിപ്പാർട്ട്മെന്റിന് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ടുള്ള ഫിഗർ എല്ലാം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ് ഒരു സർവീസ് ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും സർവീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ട് കിട്ടുന്ന ഫിഗറിന്റെ കൂടെ ആ കൊടുത്ത സർവീസ് അല്ലെങ്കിൽ ആ കിട്ടിയ സർവീസിന്റെ കോസ്റ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സെക്കൻഡ് സ്റ്റെപ്പിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യേണ്ടത്. അപ്പൊ ഇത് രണ്ട് സ്റ്റേജ് ആയിട്ടാ. ഒന്ന് നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്ത ഒരു ഇക്വേഷൻ വരയ്ക്കണം, അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. രണ്ട്, നമ്മൾ റീ അപ്പോർഷൻമെന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ അപ്പോർഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ മനസ്സിലാവും. ഓക്കെ, നമുക്ക് റെസിപ്രോക്കൽ ബേസിസിലെ സൈമൾട്ടേനിയസ് ഇക്വേഷൻ, മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഫോം ചെയ്ത് നമ്മൾ റീ അപ്പോർഷൻമെന്റ് നടത്തുന്ന ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. മെത്തേഡ്സ് നമ്മൾ അതിന്റെ സ്റ്റെപ്സ് നമ്മൾ പഠിച്ചു. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്: A company has 3 production department and 2 service department. ഒരു കമ്പനിയുടെ അതിന് 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും 2 സർവീസ് ഡിപ്പാർട്ട്മെന്റും ആണുള്ളത്. അതിൽ നമുക്ക് എന്താ ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി, അതായത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ടുള്ള ഡാറ്റ, പ്രൈമറി ഡിസ്ട്രിബ്യൂഷന് ശേഷമുള്ള ഡാറ്റയാണ് നമുക്ക് എന്ത് ചെയ്യുള്ളത്? തന്നിട്ടുള്ളത്. ഓക്കെ, അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നമ്മളിവിടെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണ്ട, നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള ഡാറ്റയാണ് നമുക്ക് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഡാറ്റയാണ് നമുക്ക് തന്നത്. അപ്പോൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞപ്പോൾ ഇത്രയായിരുന്നു അവരുടെ ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ ഓവർഹെഡ്സ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് 3 ഡിപ്പാർട്ട്മെന്റ് എ ബി സി ആണ്. അവരുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 25,000, 31,000, 28,000ഉം സർവീസ് ഡിപ്പാർട്ട്മെന്റ് 8,000ഉം 13,900. ഇതായിരുന്നു അവരുടെ കോസ്റ്റ്. ഓക്കെ, ഇനി നമുക്കൊരു അഡീഷണൽ ഇൻഫോർമേഷൻ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് സർവീസ് ഡിപ്പാർട്ട്മെന്റുകളുടെ എന്തല്ല, ടോട്ടൽ കോസ്റ്റ് അല്ല. അവർക്ക് ടോട്ടൽ ചെലവായ പൈസ അല്ല, ടോട്ടൽ കോസ്റ്റ് അല്ല. അവർക്ക് ഇതല്ലാതെ ഒരു കോസ്റ്റും കൂടി വന്നിട്ടുണ്ട്. ഇത് അവർക്ക് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ വരെ വന്ന കോസ്റ്റ് ആണ്. ഇതിന്റെ കൂടെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അവര് ഈ എക്സ് എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെന്റിന് വൈ എന്ത് കൊടുത്തിട്ടുണ്ട്? സർവീസ് കൊടുത്തിട്ടുണ്ട്. വൈ എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെന്റ്, എക്സ് എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? വൈക്കും എന്ത് ചെയ്തിട്ടുണ്ട്? സർവീസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പവറിന്റെയും റിപ്പയറിന്റെയും ഡിപ്പാർട്ട്മെന്റ്സിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഇതും കൂടി എന്ത് ചെയ്യണം? ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോഴേ ഇവരുടെ എന്താവുന്നുള്ളൂ? ഇവരെ ടോട്ടൽ കോസ്റ്റ് ആവുന്നുള്ളൂ.
ഇനി അത് എങ്ങനെ ആഡ് ചെയ്യും? ഇപ്പൊ നമുക്ക് അഡീഷണൽ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. ദ കോസ്റ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റ്സ് ആർ ചാർജ് ഓൺ എ പെർസെന്റേജ് ബേസിസ് ആസ് ഫോളോസ്. ഈ ബേസിസിലാണ് ചാർജ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ഡിപ്പാർട്ട്മെന്റ് എക്സിനെ എങ്ങനെയാണ് നമ്മൾ അപ്പോർഷൻ ചെയ്യേണ്ടത്? അതിന്റെ കൂടെ നമ്മളോട് പറഞ്ഞു എന്ത്? വൈ എന്ത് പറഞ്ഞു? വൈക്ക് പറഞ്ഞു 10%. അതായത് ഇൻഫോർമേഷൻ എന്താ പറയുന്നത്? ഡിപ്പാർട്ട്മെന്റ് എക്സിന് വന്നിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് എക്സിന് എത്രയാണോ ടോട്ടൽ കോസ്റ്റ് ചെലവായത് അതിന്റെ 10% ആർക്ക് വേണ്ടിയാ ചെലവായത്? വൈക്ക് വേണ്ടിയാ ചെലവായത്. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് വൈക്ക് എത്ര കോസ്റ്റ് ആണോ ചെലവായത് ടോട്ടൽ കോസ്റ്റ് അതിന്റെ 20% ആർക്ക് വേണ്ടിയാ ചെലവായത്? എക്സിന് വേണ്ടിയാണ് ചെലവായത്. അപ്പോ ഈ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ട് കിട്ടുന്ന ഫിഗറിന്റെ കൂടെ ഡിപ്പാർട്ട്മെന്റ് വൈന്റെ ടോട്ടലിന്റെ 20% കൂടി കൂട്ടിയാലാണ് എന്ത് കിട്ടുന്നത്? എക്സിന്റെ ടോട്ടൽ ഓവർഹെഡ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നത്. അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് വൈക്ക് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ഫിഗറിന്റെ കൂടെ ഡിപ്പാർട്ട്മെന്റ് എക്സിന്റെ ടോട്ടൽ ഓവർഹെഡ്സിന്റെ 10% കൂടി കൂട്ടിയാലാണ് എന്താവുന്നത്? ഡിപ്പാർട്ട്മെന്റ് വൈന്റെ ടോട്ടൽ ആവുന്നത്. അപ്പൊ നമ്മളിവിടെ 10% 20% കൂട്ടേണ്ടത് ഈ 8,000ന്റെയും 13,900ന്റെ അല്ല, ടോട്ടലിന്റെ ആണ്. അതായത് 8,000ന്റെ കൂടെ എന്ത് കൂട്ടണം? ഡിപ്പാർട്ട്മെന്റ് വൈന്റെ ടോട്ടലിന്റെ 20%. അതെങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ ക്വസ്റ്റ്യനില്? ഇതാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ സ്പെഷ്യാലിറ്റി. ഓക്കെ, അപ്പൊ ഇതിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ ഫോം ചെയ്യുക. ഇക്വേഷൻ ഇതായിരിക്കും: 8,000 പ്ലസ് 20% ഓഫ് വൈ. 8,000 പ്ലസ് 20% ഓഫ് വൈ. വൈ എന്ന് പറയുമ്പോൾ ടോട്ടൽ. അതേപോലെ തന്നെ വൈന്റെ ഇക്വേഷൻ ഇതായിരിക്കും 13,900 പ്ലസ് 10% ഓഫ് എക്സ്. ഈ ഇക്വേഷൻ ആണ് സോൾവ് ചെയ്യുക. നമുക്ക് സൊല്യൂഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനി നമുക്ക് ഒരു ഇക്വേഷൻ ഫോം ചെയ്യാനുള്ളതാണ് ഇതിന്റെ ബേസിക് ടെക്നിക്. ബാക്കി സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. അപ്പൊ ഇക്വേഷൻ ഫോം ചെയ്യാൻ വേണ്ടി let x be the total overheads of service department x and y be the total overheads of service department y. അതായത് ഇപ്പൊ നമ്മൾ എക്സിലേക്കും വൈയിലേക്കും വരികയാണ്, വേരിയബിൾസിലേക്ക് വരികയാണ്. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് എക്സിന്റെ ടോട്ടൽ ഓവർഹെഡ്സ് നമ്മൾ എക്സ് എന്നും അതേപോലെ ഡിപ്പാർട്ട്മെന്റ് വൈന്റെ ടോട്ടൽ ഓവർഹെഡ്സ് നമ്മൾ വൈ എന്നും വിളിക്കും. എന്നിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ ഫോം ചെയ്യും. എന്താണ് ഇക്വേഷൻ? ഇതാണ് ഇക്വേഷൻ. ടോട്ടൽ ഓവർഹെഡ്സ്, അതായത് ഡിപ്പാർട്ട്മെന്റ് എക്സിന്റെ ടോട്ടൽ ഓവർഹെഡ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ് എന്ന് വിളിക്കുന്നത്. സോ എക്സ് ഇസ് ഈക്വൽ ടു 8,000. അവർക്ക് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞപ്പോൾ കിട്ടി 8,000. അതിന്റെ കൂടെ എന്ത്? ഡിപ്പാർട്ട്മെന്റ് വൈന്റെ കോസ്റ്റിന്റെ എത്ര? 20%. ക്ലിയർ? ഇത് ക്ലിയർ. ഇതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് വൈ. ഇതെങ്ങനെയാ വന്നതെന്ന് മനസ്സിലായല്ലോ? ഈ ഇക്വേഷൻ എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായല്ലോ? രണ്ട് കേസിലും 80,000 ഡിപ്പാർട്ട്മെന്റ് എക്സിന്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞപ്പോൾ അവർക്ക് വന്ന കോസ്റ്റും അതേപോലെ അവർക്ക് മറ്റുള്ള സർവീസ് ഡിപ്പാർട്ട്മെന്റിന് അവർക്ക് വേണ്ടി ചെലവാക്കിയ കോസ്റ്റും അത് കൂട്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എക്സ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇതേപോലെ തന്നെ വൈ. ഓക്കെ, ഇതിന് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും: എക്സ് ഇസ് ഈക്വൽ ടു 8,000 പ്ലസ് 1/20 ഓഫ് വൈ ആൻഡ് y is equal to 13,900 plus 1/10 of x. ഇനി നിങ്ങൾക്ക് ആലോചിക്കാം, അപ്പൊ ഇത് സിമ്പിൾ അല്ലേ? 20% ഓഫ് y, അതായത് 13,900ന്റെ 20% കണ്ട് ആഡ് ചെയ്താൽ പോരെ. പക്ഷെ അങ്ങനെയല്ല. ഈ 13,900 എന്ന് പറയുന്നത് എന്തല്ല? ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള y അല്ല. ഈ 13,900 എന്ന് പറയുന്നത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ടുള്ള ഫിഗർ ആണ്. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ടോട്ടൽ y ആണ്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ 13,900 കൂടെ ഈ 10% കൂട്ടിയാൽ കിട്ടുന്ന ഫിഗർ ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്? 20% കണ്ടുപിടിക്കും. അവിടെയാണ് പ്രോബ്ലം വരുന്നത്. അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് ഇവിടെ നമ്മൾ എഴുതിയ ഇക്വേഷൻ ഒന്നും കൂടി ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. രണ്ട് ഇക്വേഷൻസ് ആയിട്ട് ഫോം ചെയ്ത് എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാം? നമുക്ക് ഇപ്പൊ 1/20 നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, 1/10 നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാം? x is equal to 8,000 plus 0.2y, അത് ഫസ്റ്റ് ഇക്വേഷൻ ആയി. y is equal to 13,900 plus 0.1x. ഓക്കെ, ഇത് നമ്മൾ ഈ ഇക്വേഷനെ സോൾവ് ചെയ്താണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഈ ഇക്വേഷനിലേക്ക് വന്നത്. സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിമ്പിൾ സ്റ്റെപ്സ് ആണ്. ഓവർ കൺഫ്യൂഷൻ ഒന്നും ആവണ്ട. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സിമ്പിൾ സ്റ്റെപ്സ് ആണ്. ഓക്കെ, പുട്ടിംഗ് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ ഇക്വേഷൻ 2. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന, നിങ്ങൾ ശ്രദ്ധിക്കണേ,
ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ഇവിടെ ഒരു എക്സ് കാണുന്നുണ്ടാവും. ഈ എക്സ് തന്നെയാണ് നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്ന എക്സ്. അപ്പൊ ഈ എക്സിന്റെ വാല്യൂ നമുക്കറിയില്ല, പക്ഷെ എക്സിന് ഒരു ഇക്വേഷൻ ഉണ്ട്. എക്സിന് ഒരു ഇക്വേഷൻ ഉണ്ട്, ഇത് നമുക്കറിയാം. അപ്പൊ എന്ത് ചെയ്യാ? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ എക്സിന് പകരം എന്ത് ചെയ്യാ? എക്സിന്റെ ഇക്വേഷൻ പുട്ട് ചെയ്യുക. എങ്ങോട്ട്? സെക്കൻഡ് ഇക്വേഷനിലേക്ക്. നോക്കുക, ഈ എക്സിന് പകരം, ഇവിടുത്തെ എക്സിന് പകരം നമ്മൾ എന്ത് ചെയ്തു? എക്സിന്റെ ഇക്വേഷൻ, ഇവിടെയുള്ള എക്സിന്റെ ഇക്വേഷൻ പുട്ട് ചെയ്തു. ഇത് എന്തിനാ ചെയ്തതെന്ന് വെച്ചാല് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഈ എക്സിന് പകരം, ഈ സ്റ്റെപ്പിലുള്ള എക്സിന് പകരം നമ്മൾ സെക്കൻഡ് ഇക്വേഷനിലേക്ക് എന്ത് ചെയ്തു? എക്സിന്റെ ഇക്വേഷനെ കൊണ്ടുപോകും. എക്സിന്റെ ഇക്വേഷൻ ആണ് ഈ എക്സിന്റെ ഇക്വേഷൻ ആണിത്. ഈ എക്സിന്റെ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങോട്ട്. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ നമുക്ക് എന്തായി? നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്ര നേരവും നമുക്ക് ഈ ഈക്വൽ മാർക്കിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും രണ്ട് കേസിലും എന്തായിരുന്നു ഉള്ളത്? ഡിഫറെന്റ് വേരിയബിൾ സൈൻ. പക്ഷെ ഇവിടെ വേരിയബിൾ സൈൻ സെയിം ആയി. ഇവിടെ എന്തായി? എക്സ് ഇവിടെ വൈ ആയി, ഇവിടെയും. ഇനി നമുക്ക് എളുപ്പത്തിൽ ഇത് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. സിമ്പിൾ മാത്തമാറ്റിക്സ് കൊണ്ട് നമുക്കിത് സോൾവ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയായി നമ്മുടെ ഇക്വേഷൻ. ഇനി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എന്താ പാടുള്ളത്? നമ്മൾ എന്ത് ചെയ്യണം? ഈ പോയിന്റ് 10 എന്ന് പറഞ്ഞാൽ പോയിന്റ് 1 തന്നെയാണ്. പോയിന്റ് 10 എന്ത് ചെയ്യണം? 8000 കൊണ്ടും 0.2y കൊണ്ടും എന്ത് ചെയ്യണം? ഇൻഡ് ചെയ്യണം. സോ 8000 into 0.10 is equal to 800 plus 8000 plus 0.10 into 0.2y is equal to 0.02y. ശ്രദ്ധിക്കുക, 0.10 into 0.2 is equal to 0.02y. നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്ത് ശരിയാണോ നോക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ വീണ്ടും സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ 13,900 കൂടെ 800 കൂട്ടുന്നു, we get 14,700 plus 0.02y. ഇനി ഇതിനെ എങ്ങനെയാ സോൾവ് ചെയ്യാന്ന്? 7th ക്ലാസ് അല്ലെങ്കിൽ 8th ക്ലാസ് മാത്തമാറ്റിക്സ് ആണ്. ഇതിനെങ്ങനെയാ സോൾവ് ചെയ്യുക? ഈ 0.02y നമ്മൾ എന്ത് ചെയ്യും? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പൊ നമുക്ക് കിട്ടുന്നത് y മൈനസ് 0.02y. y എന്ന് പറഞ്ഞാൽ നമുക്കറിയാം y ഈസ് ഈക്വൽ ടു, ഒരു y എഴുതി കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? y എന്ന് പറഞ്ഞാൽ അത് 1y ആണ്. 1y മൈനസ് 0.02y ഈസ് ഈക്വൽ ടു 14,700. ഇനി ഇത് സോൾവ് ചെയ്യാൻ വേറെ വേണോ? ചെയ്ത് നോക്കുക. ഇത് രണ്ടും വേരിയബിൾസ് y ആണ്, ഇതും y ആണ്. സോ വി ക്യാൻ, അതിന് നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാം? അപ്പൊ 1 മൈനസ് 0.02 that is equal to 0.98. y is equal to 14,700. ഇനി y എത്രയാണ്? ഇവിടുത്തെ y എന്താവും? ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷൻ ആവും. 14,000 divided by 0.98 that is equal to 15,000. ഇതാണ് എന്ത് എന്ന് പറയുന്നത്? y ന്റെ ടോട്ടൽ എന്ന്. y ന്റെ ടോട്ടൽ കിട്ടി. ഇനി y ന്റെ ടോട്ടൽ കിട്ടിക്കഴിഞ്ഞാൽ x കിട്ടാൻ എളുപ്പമല്ലേ? y ന്റെ ടോട്ടൽ കിട്ടിയാൽ എങ്ങനെ x കിട്ടും നമുക്ക്? ഈ y ന്റെ ടോട്ടലിന് എന്ത് ചെയ്യാ? ഇപ്പൊ y നമുക്ക് കിട്ടിയില്ലേ? ഈ y ന്റെ ടോട്ടൽ എന്ത് ചെയ്യാ? ഇവിടെ കൊണ്ടുപോയില്ല. ഈ y ന്റെ ടോട്ടൽ ഇവിടെ കൊണ്ടുപോയിട്ടാൽ എന്തായി? നമുക്ക് x ഉം കിട്ടും. നോക്കുക, പുട്ടിംഗ് വാല്യൂ ഓഫ് y ടു ഇക്വേഷൻ 1. ഇക്വേഷൻ 1ലേക്ക് വാല്യൂ ഓഫ് y പുട്ട് ചെയ്യുക. ഇക്വേഷൻ 1ലേക്ക് വാല്യൂ ഓഫ് y പുട്ട് ചെയ്യുക. ഇതാണ് ഇക്വേഷൻ 1. ഇവിടെ y എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്ത്? y ന്റെ വാല്യൂ കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഇവിടെ y ന്റെ വാല്യൂ, ഈ y ക്ക് പകരം എന്ത് ചെയ്യാ? y ന്റെ പ്ലേസിൽ നമ്മൾ 15,000 പ്ലേസ് ചെയ്തു. അങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. 8,000 പ്ലസ് 0.2 into 15,000. അപ്പൊ 0.2 into 15,000 ചെയ്യുമ്പോൾ 3,000 കിട്ടും. and that is equal to ഇവിടെ 8,000 ആണ്, 18,000 അല്ല, 8,000 ആണ്. and that is equal to 8,000 plus 3,000 11,000. ഇതാണ്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് ടോട്ടൽ ഓഫ് എക്സും കിട്ടി, ടോട്ടൽ ഓഫ് y. അപ്പോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ സൊല്യൂഷൻ ആയോ? നമ്മുടെ റീഅപ്പോർച്ച്മെന്റ് കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഈ ഫിഗറിനെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന നമുക്കിപ്പോ ടോട്ടൽ കിട്ടി, എന്തിന്റെ? വൈന്റെയും ടോട്ടൽ കിട്ടി, എക്സിന്റെയും ടോട്ടൽ കിട്ടി. ഇനി നമ്മൾ ഇതിന് എന്ത് ചെയ്യണം? റീഅപ്പോർച്ച്മെന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് വരച്ച് ഈ സർവീസ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ടോട്ടൽ ഓവർഹെഡ്സ് എന്ത് ചെയ്യണം? റീഅപ്പോർഷൻ. ഇനി എന്താ റീഅപ്പോർഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഫിഗർ അല്ല നമ്മൾ റീഅപ്പോർഷൻ ചെയ്യുന്നത്. പകരം ഏതാ റീഅപ്പോർഷൻ ചെയ്യുക? എക്സിന്റെ കേസിൽ ഈ ഫിഗർ ആണ് റീഅപ്പോർഷൻ ചെയ്യുക. വൈന്റെ കേസിൽ ഈ ഫിഗർ ആണ് റീഅപ്പോർഷൻ ചെയ്യുക. ഇനി നിങ്ങൾ ഇത്
അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് കടക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. എങ്ങനെയാണ് ഇവിടെ ഈ 15,000 ആയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെ ഈ എക്സ് 11,000 ആയത്? ഇവിടെ എത്രയായിരുന്നു? എക്സ് എത്രയായിരുന്നു? 8,000 ആയിരുന്നു. ഇത് എങ്ങനെ 11,000 ആയി? ഈ എക്സിന്റെ കൂടെ 20% ഓഫ് എന്ത് കൂട്ടി? വൈ കൂട്ടി. ഈ എക്സിന്റെ ഇതാണ് നമ്മൾ ഇവിടെ മൊത്തത്തിൽ ചെയ്തത്. ഇവിടെ മൊത്തം ഈ ഇക്വേഷൻ മൊത്തം നമ്മൾ ഇതാ ചെയ്തത്. ഈ എക്സിന്റെ കൂടെ 20% ഓഫ് വൈന്റെ ടോട്ടൽ. അപ്പൊ വൈന്റെ ടോട്ടൽ ഇതായിരുന്നു. വൈന്റെ ടോട്ടൽ എത്രയായിരുന്നു? 15,000 ആയിരുന്നു. 15,000 20%. 15,000 20%, അതായത് 3,000 8,000 കൂടെ കൂട്ടിയപ്പോഴാണ് നമുക്ക് എത്ര കിട്ടിയത്? 11,000 കിട്ടിയത്. ഓക്കെ, 8,000 പ്ലസ് 3,000 11,000 കിട്ടി. ഇൻ ദ സെയിം വേ എങ്ങനെ ഇവിടെ 15,000 കിട്ടി? വൈ ഇവിടെ 13,900 ആയിരുന്നു എന്ത് കഴിഞ്ഞപ്പോ? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞപ്പോൾ. ഇവിടെ എങ്ങനെ 15,000 കിട്ടി? ഈ 13,900 കൂടെ എന്ത് ആഡ് ചെയ്തു? എക്സിന്റെ 10% ആഡ് ചെയ്തു. ടോട്ടൽ എക്സിന്റെ ടോട്ടൽ എക്സ് എത്രയാ? 11,000. 11,000 10% എത്രയാ? 1,100. അപ്പൊ 13,900 കൂടെ 1,100 ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 15,000 കിട്ടി. ഇവിടെ നോക്കൂ, റിസീവ് ചെയ്തതും ഗിവ് ചെയ്തതും രണ്ടും റെസിപ്രോക്കൽ മെത്തേഡ്, റെസിപ്രോക്കൽ ബേസിസ്. അതിന്റെ അകത്ത് ഫസ്റ്റ് ഇക്വേഷൻ മെത്തേഡ് നമ്മൾ ചെയ്തു. ഇത് നിങ്ങൾ റീസ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതിന് മുമ്പ് ഓർമ്മിച്ചു. ഇനി റീഅപ്പോയിന്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റ് ഇങ്ങനെയാണ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ വരും. ഇത് ടോട്ടൽ കോളം ആണ്. അതേപോലെ തന്നെ ഐറ്റംസ് അല്ലെങ്കിൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ്സ് നമ്മൾ ഇവിടെ ചെയ്തു. ഫസ്റ്റ് ഐറ്റം ഉള്ളത് ആസ് പെർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ബാലൻസസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, അതെടുത്ത് എഴുതുക. ക്വസ്റ്റ്യനിൽ തന്നിട്ട് അത് നമ്മൾ ഇവിടെ എടുത്ത് എഴുതുക. അടുത്തത് ഫസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെന്റ്, ഇതാണ് ഡിപ്പാർട്ട്മെന്റ് എക്സ് റീഅപ്പോർഷൻ. ഡിപ്പാർട്ട്മെന്റ് എക്സ് റീഅപ്പോർഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഈ 11,000 ഫുള്ള് നമ്മൾ എന്ത് ചെയ്യണ്ട? റീഅപ്പോർഷൻ ചെയ്യണ്ട. ഈ 11,000 നിന്ന് എത്രമാത്രം റീഅപ്പോർഷൻ ചെയ്താൽ മതി? ഇത് മാത്രം റീഅപ്പോർഷൻ ചെയ്താല് ഈ 10% എന്ത് ചെയ്യണ്ട? ചെയ്യണം. ഇത് മാത്രം, ഈ 90% മാത്രം. 11,000 ഇത് മൂന്നും കൂട്ടിയാൽ എത്രയാണോ കിട്ടുന്നത് എല്ലാ ക്വസ്റ്റ്യനിലും അത് മാത്രം റീഅപ്പോർഷൻ ചെയ്താൽ മതി. അപ്പൊ 11,000 90% കണ്ടുപിടിക്കണം. 11,000 90% 9,900. അതാണ് നമ്മൾ റീഅപ്പോർഷൻ ചെയ്യുന്നത്. കാരണം ഇത് ഓൾറെഡി ഈ 10% അല്ലെങ്കിൽ ഈ 20% രണ്ടും നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു? ഓൾറെഡി ഇതിൽ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ടോട്ടല് കിട്ടിയത്. അതുകൊണ്ടാണ് സെയിം. ഇനി ഇതിൽ സെയിം രീതിയിൽ എന്ത് ചെയ്യാം? ഡിപ്പാർട്ട്മെന്റ് വൈന്റെയും 15%. ഡിപ്പാർട്ട്മെന്റ് വൈ ചെയ്യുമ്പോൾ 15% എത്ര? 80. എന്തുകൊണ്ട് 80? ഇവിടെ 20 ആണ്. അപ്പൊ ഈ 20 മൈനസ് ചെയ്യാം. അപ്പൊ എത്ര? 80. ഈ 20 നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ട് എത്രയായത്? ഇതിന്റെ കൂടെ ഓൾറെഡി 20 ആഡ് ചെയ്തിട്ടാണ് എത്രയായത്? 15,000 ആയത്. ഓക്കെ, ഇതിന്റെ കൂടെ ഓൾറെഡി 10ഉം 20ഉം ആഡ് ചെയ്തിട്ടാണ് നമുക്ക് 15ഉം 11,000ഉം ആയത്. പിന്നെ അതിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ 15,000 എത്രയാ? 80% in the ratio 40:15:25 ആണ്. നിങ്ങൾക്ക് മിനിമൈസ് ചെയ്യാം, ചെറിയ ഫിഗേഴ്സിലേക്ക് കൊണ്ടുപോകാം റേഷ്യോ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾ ഇക്വേഷൻസിന്റെ ഓരോ സ്റ്റെപ്പും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇതിന്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.